ഗസയിൽ യുദ്ധം തുടങ്ങിയിട്ട് 100 നാൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടി യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. എങ്ങനെ കാണണം? ഫാരിഷ, യുദ്ധം 100 ദിവസം പിന്നിടുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ലോകത്താകെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടന്നത്. വെടിനിർത്തൽ വേണം, യുദ്ധം അവസാനിപ്പിക്കണം എന്ന ആഹ്വാനം ലോകത്താകെ 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു. പക്ഷേ ആ പ്രതിഷേധങ്ങളെയും ആ ശബ്ദങ്ങളെയും മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ട് സ്വന്തം രാജ്യത്തും ഇന്നലെ ഇസ്രായേലിലും ടെൽ-അവീവിലും 24 മണിക്കൂർ നീണ്ട വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. അതിനെ മുഴുവൻ കേട്ടില്ല എന്നടിച്ചുകൊണ്ട് യുദ്ധം വീണ്ടും തുടരും എന്ന് ആവർത്തിക്കുകയാണ് ബെന്യാമിൻ നെതന്യാഹു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഈ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് രാജിവെച്ച് ഒഴിയേണ്ടി വരും എന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാണ് അദ്ദേഹം ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതോടൊപ്പം അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ഇപ്പോൾ ഇസ്രായേലിന് തുടരുകയാണ്. അതിൻ്റെ കൂടി ബലത്തിലാണ് നെതന്യാഹു ഇക്കാര്യം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ അധിനിവേശത്തിന് 100 ദിവസം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ബന്ദികളെയും തിരിച്ചെത്തിക്കുന്നതുവരെ എല്ലാവിധ പിന്തുണയും ഇസ്രായേലിന് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുവേണ്ടി ഓരോ നിമിഷവും തങ്ങൾ ഇടപെടും എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതോടൊപ്പം തന്നെ ജോ ബൈഡൻ പറഞ്ഞത് ഇതേ ഘട്ടത്തിൽ തന്നെ ബ്രിട്ടൻ്റെയും പിന്തുണ ആവർത്തിച്ചു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക കൊണ്ടുവന്ന വംശഹത്യാ കുറ്റത്തിൽ ആ കേസിൽ വാദം പൂർത്തിയായത്. ഒരു ഇടക്കാല വിധി ഒരുപക്ഷെ 2 ആഴ്ചക്കുള്ളിൽ വരും എന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. അതിൽ സ്വാഭാവികമായും ഇപ്പോൾ ഈ യുദ്ധമെങ്കിലും അവസാനിപ്പിക്കണം എന്ന ഒരു നിലപാടിലേക്ക് ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ ICJ പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇനി ലോക കോടതി പറഞ്ഞാലും UN പറഞ്ഞാലും തങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടുമായി നെതന്യാഹു പോകുന്നത്. കഴിഞ്ഞ ദിവസവും ഗസക്കുള്ളിൽ വൻതോതിലുള്ള ബോംബാക്രമണങ്ങൾ ഇസ്രായേൽ തുടർന്നു. വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ റഫ, ഖാൻ യൂനിസ് തുടങ്ങിയ ഇടങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ ബോംബിട്ടു. അതേപോലെ തന്നെ അതിശക്തമായ തണുപ്പ് കാലമാണ് ഇപ്പോൾ ഗസയിലുള്ളത്. അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. മഴ പെയ്യുന്നു, ചെറിയ ടെൻറ്റുകൾ മാത്രമാണ്. ഈ ടെൻറ്റുകളിലാണ് 20 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്നത് എന്നോർക്കുക. എല്ലാവരും ഭക്ഷണം പോലുമില്ലാതെ, വെള്ളം പോലും കൃത്യമായി ലഭിക്കാതെയാണ് കഴിയുന്നത്. പൂർണ്ണമായുള്ള ഇൻ്റർനെറ്റ്, ഫോൺ സംവിധാനങ്ങൾ പലയിടത്തും പ്രത്യേകിച്ചും തെക്കൻ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ വിച്ഛേദിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അതീവ ഗുരുതരമായി സാഹചര്യങ്ങൾ പോകുമ്പോഴാണ് നെതന്യാഹു വീണ്ടും പറയുന്നത് യുദ്ധം ഇങ്ങനെ തന്നെ തുടരുമെന്ന്. തീർച്ചയായും യുദ്ധം ഇങ്ങനെ തന്നെ തുടരുമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നെതന്യാഹു ചെയ്യുന്നത്. ഒപ്പം തന്നെ ഗസയിലെ സ്ഥിതി എന്ന് പറയുന്നത് അതീവ ദുഃഖകരവുമാണ്. ഇപ്പോൾ സുഹൈൽ നോക്കൂ, ഇവിടെ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അമേരിക്കയാണ് ഇസ്രായേലിന് ഒരു അതിശക്തമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ബൈഡന്റെ ജനപിന്തുണ കുറയുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ, ഈ റിപ്പോർട്ട് കൂടി വന്നൊരു സാഹചര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിട്ടുവീഴ്ച ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന നിലപാടെടുക്കാൻ അമേരിക്ക തുനിയുമോ? ഫാരിഷ, അതിനുള്ളൊരു സാധ്യത കുറവാണ്. കാരണം ഒരു കാര്യം തീർച്ചയാണ്, പുതിയ തലമുറയിൽ, പ്രത്യേകിച്ചും 35 വയസ്സിന് താഴെയുള്ള തലമുറയിൽ ഈ യുദ്ധത്തിൽ അമേരിക്ക എടുക്കുന്ന നിലപാട് അബദ്ധമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആണ് ഏറ്റവും കൂടുതലുള്ളത് എന്ന് സർവേ ഫലങ്ങൾ തെളിയിക്കുന്നു. പക്ഷേ അമേരിക്കയുടെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത് സ്വാഭാവികമായും സയനിസ്റ്റ് രാഷ്ട്രീയമാണ്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം, ആ ഡിപ്ലോമസി എന്ന് പറയുന്നത് സ്വാഭാവികമായും അവിടെയുള്ള ഗവൺമെൻറ്റുകളെ താങ്ങി നിർത്തുന്ന ഒരു സംവിധാനം കൂടിയാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇസ്രായേലിനെ പിന്തുണക്കാൻ ഈ രൂപത്തിൽ ബൈഡൻ മന്ത്രിസഭയിലെ മുഴുവൻ ആളുകളും മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിലെ ഭീതിതമായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നത് മാത്രമാണ് പ്രശ്നം എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത്. ഗസയിൽ നിന്ന് കൊല്ലപ്പെടുന്ന കുട്ടികളുടെയും, മുറിവേറ്റ കുട്ടികളുടെയും, സ്ത്രീകളുടെയും, പലായനം ചെയ്യപ്പെടുന്നവരുടെയും, അതേപോലെ തന്നെ ഇനി ഗസ യുദ്ധാനന്തരം ഇസ്രായേൽ പൂർണ്ണമായി പിടിച്ചെടുക്കും പോലെയുള്ള പ്രസ്താവനകളൊക്കെ വരുന്നത് അബദ്ധമാണ് എന്നവർ മനസ്സിലാക്കുന്നു. പക്ഷേ ഇസ്രായേലിന് പിന്തുണ നൽകിയിട്ടില്ലെങ്കിൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നമായി, രാഷ്ട്രീയ പ്രശ്നമായി അമേരിക്കയിൽ ഉയരും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും ഇസ്രായേലിനെ അമേരിക്ക കൈയൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. പുറമേക്ക് മാത്രമാണ് അമേരിക്ക ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റേറിയൻ
പ്രതിസന്ധി പരിഹരിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വേണം എന്ന് പറയുന്നത്. ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്ന് പോലും അമേരിക്ക ഇക്കാലയളവിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, UN സെക്യൂരിറ്റി കൗൺസിലിൽ വിവിധ രാജ്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള താൽക്കാലിക വെടിനിർത്തൽ പ്രമേയങ്ങളെ മുഴുവൻ വീറ്റോ ചെയ്യുന്നത് അമേരിക്കയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധം വ്യാപിക്കാതിരിക്കാൻ എന്ന് പുറമേക്ക് പറഞ്ഞുകൊണ്ട് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യൻ പര്യടനം നടത്തി. UAE, സൗദി, ഖത്തർ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം സന്ദർശിച്ചു. എല്ലാവരും പറഞ്ഞത് അത് യുദ്ധം വ്യാപിക്കാതിരിക്കാനാണ്, അതേപോലെ തന്നെ നിലവിൽ ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിൻവലിപ്പിക്കാനാണ് പോലെയുള്ള പ്രസ്താവനകളാണ്, വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിയതെങ്കിലും നമ്മൾ നോക്കുക, ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യൻ പര്യടനം പൂർത്തിയാക്കി മടങ്ങിയ അതേ ദിവസം തന്നെ അമേരിക്ക യമനിൽ ബോംബിട്ടു ഈ യുദ്ധത്തെ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ തീർച്ചയായും അമേരിക്കയുടെ കൂടി പിന്തുണയില്ലാതെ ഇസ്രായേലിന് ഈ ഒരു യുദ്ധം കൊണ്ടുപോകാൻ സാധിക്കില്ല. പൂർണ്ണമായ അമേരിക്കൻ പിന്തുണയോട് കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അമേരിക്ക ഇടപെടും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. യെസ്, ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു നിലപാടോ തീരുമാനമോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ല എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.